അന്ന് ജാനകിയുടെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവൾ നേരെ ബീച്ചിലേക്ക് പോയി. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ജാനി ബീച്ചിൽ പോകാറുണ്ട്. കടലിൻ്റെ ഇരമ്പൽ അവളുടെ മനസ്സിലെ കനലുകളെ തണുപ്പിക്കുമായിരുന്നു. തിരമാലകളെ കബളിപ്പിച്ചോടുന്ന കുട്ടികളെ നോക്കി ജാനിയിരുന്നു. ആർത്തിരമ്പി വരുന്ന തിരമാലകൾ തിരിച്ച് കടലിലേക്ക് പോകുന്നതും പിന്നീട് ശക്തമായി തിരിച്ചു വരുന്നതും നോക്കിയിരുന്നപ്പോൾ എന്തോ മനസ്സിന് ഒരു ആശ്വാസം വന്നതുപോലെ ജാനിക്ക് തോന്നി. സമയം പോയിക്കൊണ്ടിരുന്നു. 6 മണിയോടെ അടുത്താണ് ജാനി ഫ്ലാറ്റിലേക്ക് വന്നത്. സ്കൂട്ടി പാർക്കിങ്ങിൽ വെച്ചതും അടുത്തു പ്രൗഢഭംഗിയോടെ കിടക്കുന്ന കറുത്ത ഓടി കാറിലേക്ക് ജാനിയുടെ കണ്ണുകൾ പോയി. ഇതാ കാറല്ലേ? അവൾ മനസ്സിൽ ചിന്തിച്ചു. കാറിനെ ഒന്നുകൂടി നോക്കിയ ശേഷം അവൾ ഫ്ലാറ്റിലേക്ക് നടന്നു. ഫ്ലാറ്റിലെത്തിയതും അടുക്കളയിൽ ഗംഭീരമേളമാണ് കേൾക്കുന്നത്. തമ്പുരുവും മെറിനും കൂടി എന്തോ വലിയ പാചകത്തിലാണെന്ന് ജാനിക്ക് തോന്നി. ഒന്ന് തനിയെ പുഞ്ചിരിച്ച ശേഷം അവൾ വസ്ത്രം മാറാനായി മുറിയിലേക്ക് കയറി. മുറിയിലേക്ക് വന്ന പാടെ കയ്യിലെ ബാഗ് ബെഡിലേക്ക് ഇട്ടതിന് ശേഷം മുന്താണിയുടെ പിന്നഴിച്ച് സാരി മാറിൽ നിന്നും മാറ്റിയതും ഇവിടെ ഒരാൾ കൂടെ ഉണ്ടേ, വെറുതെ എൻ്റെ കൺട്രോള് കളയല്ല കൊച്ചേ എന്ന ശബ്ദം കേട്ടതും അഴിച്ച സാരി തലപ്പ് മാറിലേക്ക് വലിച്ചിട്ടു. അതിനുശേഷം ജാനി പുറകിലേക്ക് നോക്കി. അവിടെ അവളെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മയൂർനാഥ്. നിങ്ങൾ ഇവിടെയോ? എന്ത് ധൈര്യമുണ്ടായിട്ടാടാ നീ എൻ്റെ ബെഡ്റൂമിൽ കയറിയത്? ഇറങ്ങടാ പുറത്ത്. ജാനി: എൻ്റെ പൊന്നു ചങ്ങാതി, ഞാൻ ഇവിടെ ഒളിച്ചു കയറിയതൊന്നുമല്ല. തമ്പുരുമോളാ എന്നെ വിളിച്ചു കയറ്റിയത്. സാറ് നിർബന്ധമായിട്ടും എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ തമ്പുരുമോളാ പറഞ്ഞത് സാറ് വെറുതെ ഇരുന്ന് ബോറടിക്കണ്ട, ഈ റൂമിൽ ചെറിയൊരു ലൈബ്രറി ഉണ്ടെന്ന്. വായിക്കാത്ത എന്തെങ്കിലും ബുക്കുണ്ടെങ്കിൽ വായിക്കാമല്ലോ എന്ന് കരുതി കയറിയതാണ്. മയൂർ നിഷ്കുഭാവത്തിൽ പറഞ്ഞു. മയൂരിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ജാനി അപ്പോൾ തന്നെ മുറിയിൽ നിന്നും ഹാളിലേക്ക് പോയി. സാധാരണ പെണ്ണുങ്ങളെ പോലെയല്ല, ഇവളെ വളയ്ക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഏതായാലും തമ്പുരു എൻ്റെ വലയിലായല്ലോ, അത്രയ്ക്കും സമാധാനം. ജാനി ടീച്ചറെ ഞാൻ എൻ്റെ വരുതിയിൽ കൊണ്ടുവരും. ജാനി പോയ വഴിയെ നോക്കി കൗശലമായ പുഞ്ചിരിയോടെ മയൂർ ഓർത്തു. ജാനി ഹാളിലേക്ക് എത്തിയതും തമ്പുരു ചായയുമായി മുമ്പിലും മെറിൻ ചൂടുപാറുന്ന പഴംപൊരിയുമായി പിറകിലുമായി നടന്നു വന്നു. അവ രണ്ടും അവർ ഡൈനിങ് ടേബിളിൽ വെച്ചു. ആ, നീ വന്നോ? ജാനി, നീ ഇത്രയും സമയം എവിടെ പോയിരുന്നു? സമയം എത്രയായെന്ന് നിനക്കറിയാമോ? നീ ഇപ്പോൾ വന്നതേ ഉള്ളൂ. മെറിൻ ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും പറയാതെ അവരെ കൂർപ്പിച്ചു നോക്കി കലിതുള്ളി നിൽക്കുന്ന ജാനിയെയാണ് അവർ കണ്ടത്. ജാനിയുടെ നോട്ടം അത്ര പന്തിയല്ല എന്ന് അവർക്ക് തോന്നിയെങ്കിലും അതവർ പുറത്ത് കാണിച്ചില്ല. അപ്പോഴാണ് ഒരു ചെറിയ ലൈബ്രറി ബുക്ക് എടുത്തുകൊണ്ട് മയൂർ ഹാളിലേക്ക് വന്നത്. ആഹാ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് ചായ ഉണ്ടാക്കിയോ? ആ, ചായ മാത്രമല്ലല്ലോ, പഴംപൊരിയും ഉണ്ടാക്കിയല്ലേ? വെരി ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ട് മയൂർ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തുള്ള ചെയറിലേക്ക് കയറിയിരുന്നു. ടീക്കപ്പ് എടുത്ത് ചുണ്ടോട് ചേർത്തു. ചായ ഒരു സിപ്പ് എടുത്തതിന് ശേഷം കണ്ണടച്ച് അതിൻ്റെ രുചി ആസ്വദിച്ചു. സൂപ്പർ ചായ. ആരാ ഇതുണ്ടാക്കിയത്? ഞാനാ സാറേ. തമ്പുരു: ആണോ മോളെ? ചായ ഉണ്ടാക്കി നല്ല പരിചയമുള്ളവർ ഇട്ട ചായ പോലെയുണ്ട്. എൻ്റെ അമ്മയും മുത്തശ്ശിയും ഒക്കെ ഇതുപോലത്തെ ചായകളാണ് ഇടാറ്. വെരി ഗുഡ്, കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് അവൻ പഴംപൊരി എടുത്ത് അതിൽ നിന്നും ഒരു കഷ്ണം കടിച്ചെടുത്തു. സൂപ്പർ ടേസ്റ്റ്. ഇതാരാ ഉണ്ടാക്കിയത്? ഇത് ഞാനാ ഉണ്ടാക്കിയത് സാറേ. മെറിൻ ചേച്ചി ഇതിൻ്റെ ബാറ്റർ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ, ഞാനാണിത് എണ്ണയിൽ വറുത്തു കോരിയത്. തമ്പുരു: ഏതായാലും സൂപ്പർ പാചകക്കാരികളാണ് നിങ്ങൾ രണ്ടുപേരും. ഇന്നുച്ചയ്ക്ക് ഞാൻ ഒരു അലമ്പ് ഭക്ഷണം കഴിച്ച് എൻ്റെ രുചി മുഴുവൻ പോയി കിടക്കുകയായിരുന്നു. അവൻ ഇടക്കണ്ണിട്ട് ജാനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പരമാവധി ദേഷ്യം കടിച്ചു പിടിച്ച് കൂർപ്പിച്ച കണ്ണുകളോടെ നിൽക്കുകയായിരുന്നു ജാനി അപ്പോൾ. അത്രയ്ക്ക് മോശം ഭക്ഷണമായിരുന്നോ? ഏതെങ്കിലും ഹോട്ടലിൽ നിന്നാണോ ഭക്ഷണം കഴിച്ചത്? മെറിൻ: ഹോട്ടലിലെ ഭക്ഷണമൊന്നുമല്ല, ഒരു വീട്ടിലെ ഭക്ഷണം. അല്ലല്ല, ഒരു ഫ്ലാറ്റിലെ ഭക്ഷണം. നന്നാവുമെന്ന് കരുതിയാ കഴിച്ചത്, പക്ഷേ ഇത്രയ്ക്ക് മോശമാകുമെന്ന് കരുതിയില്ല. അവൻ ഇടങ്ങണ്ണിട്ട് ജാനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മയൂർ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാകാതെ മെറിനും തമ്പുരുവും മുഖത്തോട് മുഖം നോക്കി. സാറിൻ്റെ നാട് എവിടെയാ? തമ്പുരു: നാട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തറവാട് തിരുവല്ലയിലാണ്. പിന്നെ ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ അമേരിക്കയിലാ. ആണോ സാറേ? എന്നിട്ട് എത്ര ഫ്ലുവൻ്റ് ആയിട്ടാ സാറ് മലയാളം സംസാരിക്കുന്നേ? മെറിൻ: അതോ, എൻ്റെ വീട്ടിൽ എല്ലാവരും മലയാളത്തിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ. അത് ഞങ്ങളുടെ മുത്തശ്ശിയുടെ നിർബന്ധമാണ്.
പുള്ളിക്കാരി മലയാളം ടീച്ചറാണേ. അതുകൊണ്ട് തന്നെ എനിക്ക് മലയാളം വായിക്കാനും എഴുതാനും സംസാരിക്കാനും എല്ലാം നന്നായി അറിയാം. ഇവരുടെ സംസാരം ഒന്നും ഇഷ്ടപ്പെടാതെ മിണ്ടാതെ നിൽക്കുകയാണ് ജാനി അപ്പോൾ അവിടെ. സാറിൻ്റെ ഫാമിലിയെ പറ്റിയൊന്നും പറഞ്ഞില്ല മെറിൻ. സാധാരണ ഫാമിലിയിലുള്ളതുപോലെ തന്നെ അച്ഛൻ, അമ്മ, മുത്തശ്ശി, അനുജത്തി, പിന്നെ ഒരു അങ്കിളും ആൻറ്റിയും. അവൻ ജാനിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ സാറ് വിവാഹം കഴിച്ചില്ലേ മെറിൻ? ഇതുവരെയൊന്നും ശരിയായില്ല, നോക്കുന്നുണ്ട്. മെറിൻ്റെ വീട് എവിടെയാണ്? അതെ, എനിക്ക് ജാതിയും മതവും ഒന്നും ഒരു പ്രശ്നമല്ല. മെറിന് താല്പര്യമാണെങ്കിൽ തിരുവല്ലയിലേക്ക് പോരുന്നോ? മയൂർ ഒരു കണ്ണ് ഇറുക്കി കാണിച്ചുകൊണ്ട് മെറിനോട് പറഞ്ഞു. അയ്യോ സാറേ, ഈ ഹിന്ദി ടീച്ചർ ബുക്കിഡാണ് തമ്പുരു. ആണോ ടീച്ചറെ? അതെ, ആള് ദുബായിലാണ്. ഇനി അടുത്ത തവണ വന്നാൽ ഉടൻ കല്യാണം. ഉറപ്പിച്ചിട്ട് 2 വർഷമായി, മെറിൻ അല്പം നാണത്തോടെ പറഞ്ഞു. കഷ്ടമായി പോയല്ലോ. ഇതാണ് എൻ്റെ കാര്യം. ഞാൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടു വരുമ്പോൾ ഒന്നെങ്കിൽ അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഉറപ്പിച്ചിട്ടുണ്ടാകും. ആരുടെ കയ്യിലാണ് എൻ്റെ വാരിയല് ഒടിച്ച് മടക്കി വെച്ചിരിക്കുന്നത് എന്നറിയില്ലല്ലോ. ഇനി നടക്കുമ്പോൾ നടക്കട്ടെ, മയൂർ നിരാശ ഭാവിച്ച് പറഞ്ഞു. അല്ല, ഈ ജാനകി ടീച്ചറുടെ കല്യാണമൊന്നും ആയില്ലേ? ജാനിയെ പാളി നോക്കിക്കൊണ്ട് മയൂർ പറഞ്ഞു. സാറേ, ചേച്ചിക്ക് കല്യാണം വേണ്ട എന്നാ പറയണേ തമ്പുരു. അതെന്താ ടീച്ചറെ അങ്ങനെ? എന്നും ഇങ്ങനെ പോയാൽ മതിയോ? ജീവിതത്തിലെ സുഖ സന്തോഷങ്ങൾ അറിയണ്ടേ? അല്ലേ ടീച്ചറെ? ഇനി വല്ല പ്രേമവും മറ്റും? അല്ല, ശ്രീറാം സാറും ടീച്ചറുമായി എന്തൊക്കെയോ അങ്ങനെയൊക്കെ ഓരോ ടോക്ക് സ്കൂളിൽ കേൾക്കുന്നുണ്ട് മയൂർ. ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ് എന്ന് പറഞ്ഞ് ജാനി മുഖം വെട്ടിച്ചു. ഓക്കെ, ഇതെൻ്റെ കാര്യമല്ല. പക്ഷേ ഞാൻ വെറുതെ ചോദിച്ചു എന്ന് മാത്രം എന്ന് പറഞ്ഞ് മയൂർ എഴുന്നേറ്റു. അവൻ വന്നപ്പോൾ ഒരു കവർ കൊണ്ടുവന്നിരുന്നു. അത് സോഫയിലാണ് വെച്ചിരുന്നത്. അവൻ അത് എടുത്ത് കൊണ്ടുവന്ന് തമ്പുരുമോളുടെ കയ്യിൽ കൊടുത്തു. എന്താ സാറേ ഇത്? എന്താണെന്ന് മോള് തുറന്നു നോക്കിയിട്ട് പറ. കവർ അല്പം തുറന്നു നോക്കിയതും തമ്പുരുവിൻ്റെ കണ്ണ് തള്ളിപ്പോയി. അവൾ ഓടിച്ചെന്ന് മയൂരിനെ കെട്ടിപ്പിടിച്ചു. താങ്ക് യു വെരി മച്ച് സാർ. തമ്പുരു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചതും മയൂരിൻ്റെ മുഖത്ത് ക്രൂരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. വിജയീ ഭാവത്തിൽ മയൂർ ജാനിയെ നോക്കി പുച്ഛിച്ച് ചിരിച്ചു. ജാനി തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായി അവളുടെ മുഷ്ടി ചുരുട്ടി പിടിച്ചു. മെറിനാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ തമ്പുരു അവനിൽ നിന്നും വേർപെട്ടു. സാറിന് എങ്ങനെ മനസ്സിലായി എനിക്ക് KFC ഇഷ്ടമാണെന്ന്? നിനക്ക് വെറും ഇഷ്ടം മാത്രമല്ലല്ലോ, ജീവനല്ലേ. തമ്പുരുക്കുട്ടിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രമല്ല, നമ്മുടെ സ്കൂളിലെ എല്ലാവരെയും പറ്റി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ സ്കൂളിലേക്ക് വന്നത്. ഞാൻ മോൾക്ക് ആദ്യമായിട്ടല്ല KFC വാങ്ങി തരുന്നത്. മുമ്പൊരു ദിവസം ശോഭാമാളിൽ വെച്ച് പാഴ്സൽ വാങ്ങി തന്നത് ഞാൻ തന്നെയാണ്. മയൂരിൻ്റെ വാക്കുകൾ കേട്ടതും തമ്പുരു തുള്ളിച്ചാടി. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്കറിയായിരുന്നു സാർ, എന്നോട് ഇഷ്ടമുള്ള ആരെങ്കിലും ആയിരിക്കും എനിക്ക് വേണ്ടി അത് ഓർഡർ ചെയ്തത് എന്ന്. ഈ ഇടയ്ക്കിടയ്ക്ക് KFC കഴിക്കാലോ, ഞാൻ നിങ്ങളുടെ തൊട്ടു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് എന്ന് അവൻ ജാനിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി. മോളെ തമ്പുരു, കുറച്ചു നിന്റെ ചേച്ചിക്കും കൂടി കൊടുത്തേര്, അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ വയറു കേടായി സ്കൂൾ മുടങ്ങേണ്ടി വരും എന്ന് പറഞ്ഞ് മയൂർ അവിടെ നിന്ന് നേരെ നടന്നുപോയി. മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി ശരീരം മുഴുവൻ വിറച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ജാനി. അപ്പോൾ ജാനിയുടെ മുഖഭാവം അത്ര പന്തിയല്ല എന്ന് തോന്നിയ മെറിൻ അപ്പോൾ തന്നെ അടുക്കളയിലേക്ക് പോയി.